ഞാനെന്നാ ഭക്തിമാർഗത്തിലേക്ക് തിരിയാന്ന് വെച്ചപ്പോ താങ്കളുടെ കർത്താവൊക്കെ ഓരോരുത്തരും ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ? പ്ലേ ചെയ്തോ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചതിനകത്ത് എഴുതി വെച്ചിരുന്നത് ഇപ്പൊ കയ്യിൽ നിന്ന് പോയി ആദ്യമേ. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഇത് കേട്ട് കഴിയുമ്പോ കയ്യടി വരത്തില്ല, അതുകൊണ്ട് കയ്യടിയല്ല അടിയാ വരുന്നത് ബോധമുള്ളവരാണെങ്കിൽ. ചർച്ചിന്റെ തിന്മ ഇത് പുള്ളിയുടെ തന്നെ സൗണ്ട് അല്ലേ? പുള്ളി ട്യൂൺ ചെയ്ത് പറയുന്നു. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. എന്റെ ദൈവമേ, കൈയടിക്കാൻ ഇങ്ങനെ ഓരോ ടീമാണ്. എന്തോ ആ പുള്ളിയുടെ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് ഇതാ ഗൈസ്. ഞാൻ ഭക്തിമർഗത്തിലോട്ട് തിരിയാത്തത്. അന്ന് ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ അന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ DJ വെച്ച അവിടെ പരിപാടി. പിന്നെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന കറുത്താവും. DJ അല്ലേ DJ, കണ്ടു നോക്ക്. കണ്ടോ? പിന്നെ നമ്മൾ പ്രാർത്ഥിക്കട്ടൊക്കെ കേക്കുവോ? വൈബ് അവിടെ വൈബ്. കർത്താവ് ഇത് കേൾക്കാതെ കർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്റെ മോനെ എന്തൊക്കെയാണാ ഇതാ. അന്ന് ഇവിടുന്ന് വല്ല നോർത്ത് ഇന്ത്യയിൽ പോയി പ്രാർത്ഥിക്കാന്ന് വെച്ചാലോ അവിടെ ഇതിലും പ്രശ്നമാണ്. ഇതിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലും പ്രശ്നം. ഗണ്ണൊക്കെ ആയിട്ട് പാസ്റ്ററുടെ ആൾക്കാർ, പാസ്റ്ററാണെന്ന് തോന്നുന്നു, ഗണ്ണൊക്കെ ആയിട്ട് ആൾക്കാർ. അയ്യോ, പൈസയുടെ ആക്ടിങ് ഉണ്ട് കേട്ടോ പക്ക. ഇടിച്ചു കൊണ്ടല്ല പലിച്ചിളക്കി. ആ സൈഡ് എത്തിക്കട്ടെ വൈറ്റ് ഷർട്ട് ഇട്ട് അവന് ചിരി വരുന്നു. സൈഡ് ഇരിക്കുന്നവര്. എന്റെ ദൈവം, എന്തൊക്കെ കണ്ടാ ജീവിക്കാൻ പറ്റും? ദൈവമേ, നിന്നെ നീ തന്നെ കാത്തോളെ. ഇമാരെല്ലാം കൂടെ ചെന്ന് രണ്ടാമത് ക്രൂശും കേട്ടു. എന്നാ പുള്ളിയുടെ അല്ല കാലൊക്കെ പുള്ളി കാണിച്ചു കൊടുക്കും. അവിടെയും DJ ഇന്ന് വല്ലൊക്കെ പുതുക്കും. ഫുൾ വൈബാട്ടോ അവരുടെ ഏരിയയിലെ ഫുൾ വൈബാ. ആൾക്കാരെ എനിക്ക് ലോസ്റ്റ് മൂഡിലാണ് ഇരിക്കുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോ പൈസ കൊടുത്ത് ഏൽപ്പിക്കുന്നതായിട്ട് തന്നെ തോന്നുന്നത്. അല്ലാതെ ഇമാരി വെട്ടത്തിലൊക്കെ എന്തോ ചെയ്യുന്നത്? ഒരാള് ഫോണിൽ കൂടെ സംസാരിക്കുന്നു, ഒരാള് ഡയറക്റ്റ്. അയ്യോ എന്നെ കൊടുമ്പ് സാറിയത്. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വേണ്ടത്. നല്ലൊരു പ്രായമുള്ള പുള്ളി വരുന്നുണ്ട്. പുള്ളി അവിടെ മാറ്റി നിർത്തി. പുള്ളി അവരുടെ ലിസ്റ്റിലില്ലാത്ത. കണ്ടോ? മറ്റേ പുള്ളി പോസ്റ്റ് ആക്കി. കാരണം പുള്ളിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് എങ്ങനെയാ നീ സൗഖ്യമാണെന്ന് നോക്കണേ. ഒറ്റ മിനിറ്റ് കൊണ്ട് നോക്കണേ. ചെവിയിൽ നിന്ന് ഞാൻ ആ വോയിസിനെ ക്യാൻസൽ ചെയ്ത് പോട്ടെ. കേൾക്കുന്നുണ്ടോ മോനെ? ഇവിടെ നോക്ക്, കേൾക്കുന്നുണ്ടോ ഇപ്പൊ? കേൾക്കുന്നുണ്ടോ മോനെ ഇപ്പൊ? ഇവിടെ വന്ന പിന്നെ ഇല്ലായിരുന്നു, ഇവിടെ കയറി പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മറ്റേ പുള്ളി പോസ്റ്റ്. നിന്റെ ജീവിതത്തിൽ ഇനി നിനക്കത് വേണ്ട. പുള്ളി അവരുടെ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് അവര് പുള്ളി പോസ്റ്റ് ആണ്. 10:30 onwards ഒരാൾ പോലും മിസ് ചെയ്യരുത്. ഇത് നമ്മുടെ അടുത്ത നെക്സ്റ്റ് വീഡിയോ. ഇതും കേരളത്തിൽ തന്നെയുള്ള പുള്ളിയാണ്. പക്ഷെ ഈ പുള്ളി എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെയുള്ള ടീമുകളുടെ അടുത്ത് പോയി ഊക്കുന്ന പരിപാടി പുള്ളിയുടെ. സംഭവം കൈ നിറച്ച് ഓരോരോ സംഭവങ്ങളുണ്ട്. താമരയുണ്ട്, പിന്നെ ശംഖുണ്ട്, ചക്രമുണ്ട്, യേശുവിന്റെ കുരിശും തൊട്ടിയുണ്ട്, എന്ന് വേണ്ട സർവത്ര സാധനം. കാലിലുണ്ടോ? ഫാസ്റ്റ് ഇവിടെ കാണുന്നത് കാലിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് താമര. താമര കാണിച്ചേ. അപ്പൊ ഇത് സൂക്ഷിച്ച് നോക്കിയാലേ പറ്റും, എനിക്ക് കാണാൻ പറ്റും കേട്ടോ. താമര ഇവിടെ കാല് ചെറുപ്പത്തിൽ 5 വയസ്സിൽ പുള്ളിയെ കാരണം ഇവിടേക്ക് വളരാൻ പറ്റില്ല, അപ്പൊ ചെറുതായിട്ട് പോയി. താമര അത് സ്വാമി ചങ്ങല ചങ്ങല ഇൻസെന്റ് പറഞ്ഞൊരു സീൻ ഓർമ്മ വരുന്നു എനിക്കിപ്പോ. ഈ കാലിൽ ശിവശൂലായിരുന്നു, അത് മാറി വേറെ രൂപമായി.
ഇത് ശിവശിവന്റെ എന്റെ മോനെ ഇതൊക്കെ എവിടെ നിന്ന് അപ്പൊ വരും ഇതൊക്കെ? യഥാർത്ഥത്തിൽ എല്ലാ സംഭവം ഇത് കണ്ട ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയും കണ്ടോ ഇതിനകത്ത് ഇത് ശംഖ് ശംഖുടെ ശംഖ് ഇവിടെ ഇവിടെ ഇത് ശംഖ് പിന്നെ ചക്രം ചക്രം ഇത് നിങ്ങൾ സൂക്ഷിച്ചോണ്ടോ ഇനി ചക്രം. അവസരം തരത്തില്ല ഈ ശംഖ് ചക്രം ഇത് എന്റെ ഒരു ഭയങ്കര വിഷയമായി. അടുത്തത് അതുകൊണ്ട് എന്ത് ഒഴിക്കുന്നു പിടയ്ക്കുന്നു കിടന്നു. ഇന്നതൊക്കെ എന്ത് ഒഴിച്ചു? ഓ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ പറയത്തില്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരിക്കും കൂടുതൽ നടക്കുക. അല്ലേ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, നമ്മൾ ആദ്യമേ കണ്ടല്ലോ. ഭർത്താവ് ഫോണിൽ കൂടെ വരെ സംസാരിച്ചു തുടങ്ങി. എന്താ പറയുന്നത് 5G ഞാൻ കൂടുതലൊന്നും പറയത്തില്ല, പറയാൻ കൂടിപ്പോ എന്താ ചെയ്യല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഗൈസ് ഞാനിപ്പോൾ ഭക്തിമാർഗത്തിലേക്ക് ഇപ്പം ഇറങ്ങുന്നില്ല, എല്ലാം ഉടായ്പകളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി പോവാണ് ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.